നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മതപരമായ വിഷയങ്ങളുടെ പോരാട്ടമാക്കി ഇരുമുന്നണികളും മാറ്റിയതായി ബിജെപി നേതാവ് എം.ടി. രമേശ്. നിലമ്പൂരിലെ പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കാതെ മതമൌലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചാണ് ഇരുമുന്നണികളും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഏറ്റവും കൂടുതൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലാണെന്നും എം.ടി. രമേശ് വ്യക്തമാക്കി. മതമൌലികവാദ ശക്തികളുമായി മതാധിഷ്ഠിത ഭരണം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ശക്തികളുമായി കൈകോർത്ത് പിടിക്കുമ്പോൾ അതിൽ LDF-ഉം UDF-ഉം സ്വീകരിക്കുന്ന സമീപനം ഈ രാജ്യത്തിനെതിരായിട്ടുള്ള സമീപനമാണ്. സത്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും PDP-യും സ്വീകരിക്കുന്ന രാജ്യദ്രോഹ നിലപാടിനേക്കാൾ വലിയ രാജ്യദ്രോഹമാണ് UDF-ഉം LDF-ഉം സ്വീകരിക്കുന്നത്. അവരെ വളർത്താനും സഹായിക്കാനുമുള്ള നിലപാട് ഇത് നിലമ്പൂരിലെ കേരളത്തിലെ ഈ ജനങ്ങൾ തിരിച്ചറിയും. തെരഞ്ഞെടുപ്പ് ഒരു നിലമ്പൂർ കൊണ്ട് അവസാനിക്കുന്നതിന് ഈ UDF-ഉം LDF-ഉം സ്വീകരിക്കുന്ന ഈ മതാത്മകമായിട്ടുള്ള നിലപാട് കേരളത്തിലുടനീളം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർത്ത് പിടിക്കുന്ന UDF-ന്റെ നിലപാട് അവർ മറുപടി പറയേണ്ടി വരിക കേരളത്തിൽ മാത്രമായിരിക്കില്ല, ഈ രാജ്യം മുഴുവനും കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും.